വെൽക്കം ടു മൈ യൂട്യൂബ് ഫ്രണ്ട്സ്. എല്ലാവർക്കും നമസ്കാരം ഫ്രം നിങ്ങളുടെ സ്വന്തം റീന. ഇന്നിപ്പോൾ ഇവിടെ രാത്രിയായിട്ടുണ്ട്. ഞാൻ രാവിലെ മുതൽ രാത്രി വരെ ജോലി ചെയ്യുന്നു. ജോലി ചെയ്യുന്നത് മാത്രമല്ല, ഞാൻ രാവിലെ പോയി വൈകിട്ട് വന്നതിന് ശേഷം ഞാൻ എപ്പോഴും ജിമ്മിൽ പോകാറുണ്ട് വർക്ക് കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ ഇന്ന് വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. ഞാനിപ്പോൾ ഒരു ലൈറ്റൊക്കെ വച്ചിട്ടുണ്ട്. ആ ലൈറ്റിന് മുന്നിലാണ് ഇരിക്കുന്നത്. കാരണം എനിക്ക് മുറിയിൽ വെളിച്ചം കുറച്ച് കുറവാണ്. അപ്പോൾ ഞാനൊരു സ്പെഷ്യൽ ലൈറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്വന്തം റീന, വെൽക്കം ടു മൈ യൂട്യൂബ് ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത്, നമ്മൾ വിദേശികളായിട്ടുള്ള ആൾക്കാർ വിദേശത്ത് താമസിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ജോലി ചെയ്യുന്നു. നമുക്ക് വർക്ക് ലൈഫ് ബാലൻസ് ഇല്ലാത്ത തരത്തിൽ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ്, ഏതിനു വേണ്ടിയാണ് എന്നൊക്കെ ചോദിച്ചാൽ അതിന് മറുപടി തരാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ താമസിക്കുമ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിനകത്ത് ഒരുപാട് ആഗ്രഹങ്ങളും നമ്മുടെ കലാവിരുതുകളും എല്ലാം നമ്മൾ അമർത്തി ഒതുക്കിയിട്ട് നമ്മൾ ജോലിക്ക് വേണ്ടി ഒരുപാട് പ്രാധാന്യം കൊടുത്ത് ആർക്കെങ്കിലും വേണ്ടി ജോലി ചെയ്ത് നമ്മൾ പൈസയ്ക്ക് വേണ്ടി കഷ്ടപ്പെടാറുണ്ട്, അല്ലേ? അപ്പോൾ നമുക്ക് വർക്ക് ലൈഫ് ബാലൻസ് ഇല്ലെങ്കിലും നമുക്ക് ചിലപ്പോൾ മെൻ്റൽ ഹാപ്പിനെസ്സിന് വേണ്ടി നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട്. അതിലുപരി നമ്മളെ തന്നെ ട്രീറ്റ് ചെയ്യാനും നമ്മളെ തന്നെ ഒന്നും കൂടി എനർജറ്റിക് ആക്കാനും ഉത്സാഹമുള്ളവരാക്കാനും അതുപോലെ മനസ്സും ശരീരവും ഒക്കെ റിഫ്രഷ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഇവൻറ്റ്സ് ഒരുപാട് സഹായിക്കാറുണ്ട്. UK-യിലാകട്ടെ വിദേശ രാജ്യങ്ങളിലാകട്ടെ പല ഇവൻറ്റ്സും നടക്കാറുണ്ട്, അല്ലേ? പല ഇവൻറ്റ്സിലും എന്നെ അവർ ഗസ്റ്റായിട്ട് വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പല ഇവൻറ്റ്സിലും ഞാൻ അത് ഉദ്ഘാടനത്തിന് വിളിച്ചിട്ടുണ്ട്, അതിന് പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റീസെൻ്റ്ലി ആയിട്ട്, അതായത് ശനിയാഴ്ച നടന്ന ഒരു ഇവൻ്റ് ആയിരുന്നു ഫ്യൂഷൻ ഫീസ്റ്റ എന്ന് പറഞ്ഞിട്ട് ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു ഇവൻ്റ് ഉണ്ടായിരുന്നു. അപ്പം അതിലെനിക്ക് കിട്ടിയ ഒരു ഉപഹാരമാണ് ഇത്, ഫ്യൂഷൻ ഫീസ്റ്റയിൽ നിന്ന് അടുത്ത ഒരു ഉപഹാരം. അപ്പോൾ ഈ ഉപഹാരം കിട്ടിയതിനെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കാനൊന്നുമല്ല ഞാൻ ഈ ഒരു ടോക്ക് ചെയ്യുന്നത്. ഈ ടോക്ക് ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം, നമ്മൾ ഈ ഇവൻറ്റ് കോർഡിനേറ്റ് ചെയ്യുന്ന പല ആൾക്കാരും പല ഇവൻറ്റുകളും നടത്തുന്നുണ്ടെങ്കിലും എല്ലാ ഇവൻറ്റും ഒന്നുപോലെ ആൾക്കാരെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കണം എന്നില്ല. ചില ഇവൻറ്റുകാരാകട്ടെ ഒരുപാട് വലിയ വലിയ കലാകാരന്മാരെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്ന്, ഫിലിം സ്റ്റാറും അത്തരം വലിയ കലാകാരന്മാരെ കൊണ്ടുവന്ന് ഇവിടെ ഇവൻറ്റ് നടത്താറുണ്ട്. ഇവിടെ മാത്രമല്ല, ഗൾഫ് കൺട്രികളിലും യൂറോപ്പിലും ഒക്കെ. പക്ഷേ അങ്ങനെ വലിയ കലാകാരന്മാരെയോ സിനിമാ നടന്മാരെയോ കൊണ്ടുവന്ന് ഇവൻറ്റ് നടത്തിയതുകൊണ്ട് ആ ഇവൻറ്റ് വിജയിക്കണം എന്നൊന്നുമില്ല. മാത്രവുമല്ല, അത്തരം കലാകാരന്മാരെ കൊണ്ടുവരുമ്പോൾ ഇവിടെ ഇവൻറ്റ് നടത്തുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, പലരും ഈ ഇവൻറ്റ് നടത്തുന്നവർ തന്നെ അവരുമായിട്ട് ഫോട്ടോ എടുക്കുക, അവരുമായിട്ട് മാത്രം ഉള്ള ഒരു സർക്കിളായിട്ട് ഈ കലാകാരന്മാരെ അവർ നിർത്താറാണ് പതിവ്. അവർ ഒരുപാട് മോഹന വാഗ്ദാനങ്ങളൊക്കെ ഇൻഫ്ലുവൻസേഴ്സിനും മറ്റ് ആൾക്കാർക്കുമൊക്കെ കൊടുക്കുമെങ്കിലും അവർ വന്നു കഴിഞ്ഞ് പ്രോഗ്രാം കഴിയുമ്പോൾ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റില്ല, അതുപോലെ തന്നെ അവരുടെ അടുത്തേക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് സ്ട്രിക്റ്റായിട്ടുള്ള ഒരു പെരുമാറ്റം അവരിൽ നിന്ന് നമ്മൾ കാണാറുണ്ട്. എന്നാൽ ഇതൊന്നുമില്ലാതെ വളരെ ലാളിത്യത്തോടു കൂടി ഈ വലിയ കലാകാരന്മാരെ കൊണ്ടുവരുന്നതിനേക്കാളും അതിമനോഹരമായ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന നമ്മുടെ എളിയ കലാകാരന്മാർ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഓരോ പെർഫോമൻസും നടത്തുന്നതും
അതുപോലെ തന്നെ സമയം കാത്തു സൂക്ഷിക്കുന്നത്, ആൾക്കാരെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിക്കുന്നത്, അതുപോലെ ആൾക്കാരെ സ്വീകരിക്കുന്നത്, പിന്നെ അങ്ങനെ ആൾക്കാരുമായിട്ട് സംവദിക്കുന്നത് നമ്മൾ കണ്ടേ പറ്റുള്ളൂ. അതൊരു പ്രത്യേക ഒരു അനുഭൂതി നമുക്ക് തരും. ഈ ഇടയ്ക്ക് ഞാൻ പോയ ഫ്യൂഷൻ ഫീസ്റ്റ 2025 ഒരു കലാരൂപമായിരുന്നു അവർ ഏർപ്പെടുത്തിയിരുന്നത് ബെല്ലി ഡാൻസ്. അപ്പോൾ ബെല്ലി ഡാൻസ് കളിച്ചിരുന്ന ആ പെൺകുട്ടി റഷ്യൻ പെൺകുട്ടിയാണ്. പക്ഷെ ആ പെൺകുട്ടി സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വന്ന് എല്ലാ ആൾക്കാരെയും ഒന്നുപോലെ ത്രസിപ്പിക്കാൻ പാകത്തിന് പുള്ളിക്കാരി പെർഫോം ചെയ്തു എന്നുള്ളത് ഞാനത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ വലിയ വലിയ കലാകാരന്മാരോ സിനിമാ നടന്മാരോ ഒന്നും കാണിക്കാത്ത ഒരു പ്രതീതിയാണ് ഈ ഒരു ലേഡി ചെയ്തത് എന്നറിയുമ്പോൾ അത് മനസ്സിന് മാത്രമല്ല കാണുന്നവർക്കും ഒരുപാട് പ്രചോദനം തരുന്നു. അവർ മാനസികമായിട്ട് ആനന്ദിക്കുന്നതിലുപരി അയ്യോ അവർ നമ്മുടെ അടുത്ത് വന്ന് ഒരു നൃത്തച്ചുവട് വച്ചല്ലോ എന്ന സന്തോഷത്തിലായിരുന്നു പലരും. അപ്പോൾ ഇവൻസ് നടത്തുന്നത് ആരോ ആകട്ടെ, പക്ഷേ എനിക്കുള്ള ഹമ്പിളായിട്ടുള്ള ഒരു റിക്വസ്റ്റ്, ഈ ഇവൻസ് നടത്തുന്ന ആരായാലും നിങ്ങൾ കലാകാരന്മാരെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ അവരോട് ഈ പിന്നെ ആരാണോ വാച്ച് ചെയ്യുന്ന ആ കല ആസ്വദിക്കുന്നവരുമായിട്ട് കൂടുതൽ ഇഴുകിച്ചേരാൻ അവസരം കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ഹാപ്പിയാകും എന്നതിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ഈ ഇവൻസ് നടത്തുന്നവർക്ക് ഒരു വലിയ ഒരു ഉപദേശം എന്നോണം മാത്രമാണ് ഞാനിത് സംസാരിക്കുന്നത്. കാരണം പല ഇവൻറ്റുകൾക്കും സാക്ഷിയായിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെയാണ് എനിക്കിത് സംസാരിക്കാൻ പറ്റുന്നത് ആധികാരികമായിട്ട്. അപ്പോൾ ഇവൻറ്റുകാരെ ഒരുപാട് ശ്രദ്ധിക്കുക. അവർ ജനങ്ങൾക്ക്, അതായത് സാധാരണ മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെയും കൂടി പരിഗണിക്കാൻ ശ്രമിക്കുക എന്ന ഒരു മെസ്സേജുമായിട്ട് റീന. ലവ് യു ഓൾ. ഗുഡ് നൈറ്റ്.